ചിത്തിരയ്ക്ക് ഭദ്രകാളി. ചിത്തിര നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ്. മനക്കരുത്ത് കൂടുതലുള്ള, മറ്റുള്ളവരെ പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ഇവർക്ക് ചൊവ്വാഴ്ച ഭദ്രകാളി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. ചൊവ്വാപ്രീതിക്കായുള്ള കർമ്മങ്ങളും ചിത്തിര, അവിട്ടം, മകയിരം ദിവസങ്ങളിലെ ക്ഷേത്ര ദർശനവും ഇവർക്ക് ഗുണകരമാണ്. കന്നിക്കൂറുകാർ ശ്രീകൃഷ്ണനെയും തുലാക്കൂറുകാർ മഹാലക്ഷ്മിയെയും പ്രത്യേകമായി ആരാധിക്കണം. ലളിതാ സഹസ്രനാമജപം ഗുണം ചെയ്യും. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഈ മന്ത്രം പതിവായി ഭജിച്ചാൽ ഈ നക്ഷത്ര ജാതർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കണം. ചിത്തിരയും ചൊവ്വാഴ്ചയും ചേരുന്ന ദിവസം കാളീപൂജ നടത്തുന്നതും വ്രതമെടുക്കുന്നതും ഏറെ ശുഭകരമാണ്. വിശാഖം, തൃക്കേട്ട, പൂരാടം നക്ഷത്രങ്ങൾ ശുഭകരമല്ല. വ്യാഴ, ബുധ, ശുക്രദശകളും ഇവർക്ക് മോശമാണ്. ചോതിക്ക് ഹനുമാൻ. ചോതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഹനുമാൻ സ്വാമിയാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പിണങ്ങുന്ന, പടിപടിയായി ഉന്നതി ലഭിക്കുന്ന ചോതി നക്ഷത്ര ജാതർക്ക് ഇഷ്ടദേവത വായുപുത്രനായ ഹനുമാൻ സ്വാമിയാണ്. സർപ്പാരാധനയും മഹാലക്ഷ്മി ഭജനവും ഇവർക്ക് ഏറെ ഗുണകരമാണ്. ചോതിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസത്തെ അനുഷ്ഠാന കർമ്മങ്ങൾക്ക് ഫലസിദ്ധി കൂടും. ചോതി, ചതയം, തിരുവാതിര ദിവസങ്ങളിലെ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നന്മയേകും. സർപ്പ പ്രീതികരമായ കർമ്മങ്ങൾ മുടക്കരുത്. ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രം നിത്യവും ശുദ്ധിയോടെ ജപിക്കുക. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങൾ ഇവർക്ക് നല്ലതല്ല. രാഹുദശയിൽ ജനിക്കുന്ന ഇവർക്ക് ശനിദശാകാല ദുരിതമുണ്ടാകും. വിശാഖത്തിന് മഹാവിഷ്ണു. സൗമ്യ സ്വഭാവം മുന്നിട്ടു നിൽക്കുന്ന, നേർവഴിക്ക് ചിന്തിക്കുന്ന വിശാഖത്തിന് ഇഷ്ടദേവത മഹാവിഷ്ണുവാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു പൂജയും സഹസ്രനാമജപവും ഗുണം ചെയ്യും. വിശാഖം, പൂരുരുട്ടാതി, പുണർദം ദിവസങ്ങളിലും വ്യാഴാഴ്ചയും വിശാഖവും ഒന്നിക്കുമ്പോഴും ക്ഷേത്ര ദർശനം ഒഴിവാക്കരുത്. തുലാക്കൂറിലെ വിശാഖക്കാർ മഹാലക്ഷ്മിയെയും വൃശ്ചികക്കൂറുകാർ സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ഭദ്രകാളിയെ പൂജിക്കുന്നത് അനുകൂലമാകും. തൃക്കേട്ട, പൂരാടം, തിരുവോണം, മകയിരം എന്നീ നക്ഷത്രങ്ങളിൽ വിശാഖം നാളുകാർ ശുഭകാര്യങ്ങൾ തുടങ്ങരുത്. ഗുരുദശയിൽ ജനിക്കുന്ന ഇവർക്ക് ബുധദശയും നല്ലതല്ല. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും 108 പ്രാവശ്യം ജപിക്കുന്നത് ക്ലേശങ്ങൾ ഇല്ലാതാക്കും. അനിഴത്തിന് ഭദ്രകാളി. അനിഴം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ്. കായിക ശക്തിയും പ്രായോഗിക ബുദ്ധിയുമുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ഇവർ പതിവായി കാളീമന്ത്രം ജപിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. ശാസ്താഭജനവും ക്ഷേത്ര ദർശനവും ഏറെ നല്ലതാണ്. സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതും ഗുണം ചെയ്യും. ശനിയാഴ്ചയും അനിഴവും ചേർന്നു വരുന്ന ദിവസം ശാസ്താവിന് നീരാജനം തെളിക്കണം. അനിഴം, ഉത്രട്ടാതി, പൂയം നക്ഷത്രത്തിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കരുത്. ശനി പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക. ചൊവ്വയെ പ്രീതിപ്പെടുത്തുവാനും ശ്രമിക്കണം. മൂലം, ഉത്രാടം നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ തുടങ്ങരുത്. ശനിദശയിൽ ജനിക്കുന്ന ഇവർക്ക് സൂര്യ, കുജ, കേതു ദശകൾ ദോഷകരമാണ്. തൃക്കേട്ടയ്ക്ക് ശ്രീകൃഷ്ണൻ. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണനാണ്. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കുന്ന, മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കുന്ന, സംസാരശൈലിക്ക് നല്ല മൂർച്ചയുള്ള തൃക്കേട്ട ജാതർ ശ്രീകൃഷ്ണനെയാണ് പ്രധാനമായും പൂജിക്കേണ്ടത്. തൃക്കേട്ടയും ബുധനാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തുക. തൃക്കേട്ട, ആയില്യം, രേവതി നാളിലെ അനുഷ്ഠാനങ്ങൾ ഗുണകരമാകും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ആരാധിച്ച് ചൊവ്വാപ്രീതി നേടുന്നത് വളരെ നല്ലതാണ്. ബുധദശയിൽ ജനിക്കുന്ന ഇവർക്ക് ശുക്രദശയും വ്യാഴദശയും ഗുണകരമല്ല. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന മന്ത്രവും വിഷ്ണു സഹസ്രനാമവും മുടങ്ങാതെ ജപിച്ചാൽ ക്ലേശങ്ങൾ മാറിക്കിട്ടും. മകയിരം, തിരുവാതിര, പൂരാടം, പുണർദം, തിരുവോണം, ചതയം എന്നീ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ വേണ്ട. മൂലം,
മൂലം നക്ഷത്രത്തിന്റെ ഇഷ്ടദേവത ഗണപതിയും ശിവനുമാണ്. ഉദാരമനസ്കരായ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, പൊതുജനോപകാരപ്രദമായ പ്രവർത്തികളിലേർപ്പെടുന്ന മൂലത്തിന് ഇഷ്ടദേവൻ ഗണപതിയും ശിവനുമാണ്. ദിവസവും ഗണപതി മൂലമന്ത്രവും പഞ്ചാക്ഷരിയും ജപിക്കുന്നതും ഏതൊരു മംഗളകർമ്മവും ഗണേശ ശിവസ്മരണയോടെ ചെയ്യുന്നതും ക്ലേശങ്ങൾ ഇല്ലാതാക്കും. മൂലം നക്ഷത്രത്തിൽ ഗണപതി ഹോമവും നടത്തുക. വ്യാഴാഴ്ചയും മൂലം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസങ്ങളിലും മൂലം, അശ്വതി, മകം നക്ഷത്രത്തിലും ക്ഷേത്ര ദർശനം ഒഴിവാക്കരുത്. രാശ്യാധിപനായ വ്യാഴപ്രീതി നേടാൻ വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക. ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ തുടങ്ങരുത്. വ്യാഴം, കുജ ദശകൾ ഇവർക്ക് നല്ലതല്ല. പൂരാടത്തിന് മഹാലക്ഷ്മി. പൂരാടം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത മഹാലക്ഷ്മിയാണ്. കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ഒരിക്കലും നിരാശരാകാത്ത ധാരാളം സ്നേഹിതരുള്ള പൂരാടത്തിന് മഹാലക്ഷ്മിയാണ് ഇഷ്ടദേവത. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി, മഹാവിഷ്ണു ഭജനം ശുഭഫലങ്ങൾ നൽകും. വ്യാഴാഴ്ചയും പൂരാടവും ചേർന്നുവരുന്ന ദിവസം വിഷ്ണുപൂജയും വെള്ളിയാഴ്ചയും പൂരാടവും ഒന്നിച്ചു വരുമ്പോഴും ജന്മനക്ഷത്ര ദിവസവും ലക്ഷ്മീപൂജ നടത്തുന്നതും വളരെ നല്ലതാണ്. പൂരാടം, ഭരണി, പൂരം നക്ഷത്രത്തിൽ ക്ഷേത്രദർശനം മുടക്കരുത്. ശുക്രപ്രീതികരമായ കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും നടത്തുക. പുണർദം, പൂയം, ആയില്യം, തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളും രാഹു ശനി ദശയും ഇവർക്ക് നല്ലതല്ല. ഉത്രാടം. ഉത്രാടം നക്ഷത്രക്കാർ ശിവനെയാണ് പൂജിക്കേണ്ടത്. ഉത്രാടം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ശിവനാണ്. കുലീനത നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ഇവർ ഇടപാടുകളിൽ മാന്യത പുലർത്തുന്നതാണ്. ഉത്രാടം നക്ഷത്രക്കാർ ശിവനെ പൂജിക്കുക. സൂര്യനെ ആരാധിക്കുന്നതും ഞായറാഴ്ച വ്രതവും ശിവക്ഷേത്ര ദർശനവും ഗുണം ചെയ്യുക തന്നെ ചെയ്യും. ഉത്രാടം നക്ഷത്രത്തിൽ ശിവക്ഷേത്ര ദർശനവും ശിവഭജനവും ഒഴിവാക്കരുത്. നക്ഷത്രദേവത ആദിത്യനാകയാൽ നിത്യവും സൂര്യോദയം കഴിഞ്ഞ് ആദിത്യനെ ഭജിക്കുക. ധനുക്കൂറുകാർ മഹാവിഷ്ണുവിനെയും മകരക്കൂറുകാർ ശാസ്താവിനെയും വിശേഷാൽ പൂജിക്കുക. ഓം നമഃശിവായ എന്ന മന്ത്രമോ ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രമോ ഏതെങ്കിലുമൊന്ന് പതിവായി ജപിക്കുന്നത് ഏറെ ഉത്തമമാണ്. ശിവരാത്രി വ്രതമെടുക്കുന്നതും ഇവർക്ക് ഏറെ ഗുണകരമാണ്. ഏറെക്കുറെ രാഹുദശയും ഇവർക്ക് ക്ലേശകരമാകും. തിരുവോണത്തിന് ദുർഗാഭഗവതി. തിരുവോണം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ദുർഗാഭഗവതിയാണ്. നന്നായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന കുടുംബസ്നേഹികളായ തിരുവോണക്കാരുടെ ഇഷ്ടദേവത ദുർഗാഭഗവതിയാണ്. രാശ്യാധിപൻ ശനി. അതിനാൽ ശാസ്താഭജനം, ശനീശ്വര പൂജ എന്നിവ ജന്മനാളിൽ നടത്തുന്നതും ഗുണപ്രദമാണ്. പൗർണമിയിൽ ദുർഗാപൂജയും കറുത്ത വാവിന് ഭദ്രകാളി ആരാധനയും വളരെ നല്ലതാണ്. തിരുവോണം, രോഹിണി, അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും ഒഴിവാക്കരുത്. തിങ്കളാഴ്ചയും തിരുവോണവും ചേർന്നുവരുന്ന ദിവസത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ശനിയാഴ്ച ശാസ്താഭജനം, ശനീശ്വര പൂജ, അന്നദാനം എന്നിവ നടത്തുക. നക്ഷത്രാധിപൻ വിഷ്ണു ആയതിനാൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം സ്ഥിരമായി ജപിക്കുകയും വിഷ്ണുവിനെ പൂജിക്കുകയും വിഷ്ണുപ്രീതി നേടുകയും വേണം. അശ്വതി, മകം, പൂരം, ഉത്രം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അവിട്ടത്തിന് സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നിവരാണ് ഇഷ്ടദേവതകൾ. കാര്യപ്രാപ്തിയും സാമർഥ്യവുമുള്ള അവിട്ടത്തിന്റെ നക്ഷത്രാധിപൻ ചൊവ്വയാണ്. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യ ഭജനവും യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കുക. അവിട്ടവും ചൊവ്വയും കൂടിവരുന്ന ദിവസം ഇവരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മം ചെയ്താൽ ഏറെ നല്ലതാണ്. അവിട്ടത്തിന്റെ രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുക. അവിട്ടം, മകയിരം, ചിത്തിര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കരുത്. അവിട്ടവും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ
ഭദ്രകാളി സുബ്രഹ്മണ്യ ഭജനം വളരെ നല്ലതാണ്. ഭരണി, ഉത്രം, പൂരിട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. വ്യാഴം ബുധദശകൾ ദോഷകരമായതിനാൽ ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക. ചതയം. ചതയത്തിന് സർപ്പദൈവങ്ങളും ശാസ്താവുമാണ് ഇഷ്ടദേവത. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കാത്ത ചതയത്തിന് ശരിയും തെറ്റും തിരിച്ചറിയാൻ പ്രത്യേക കഴിവുണ്ട്. ഇഷ്ടദേവത സർപ്പദൈവങ്ങളും ശാസ്താവുമാണ്. കാർത്തിക, ഉത്രം, അത്തം, ചിത്തിര, അശ്വതി, ഉത്രട്ടാതി നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ പാടില്ല. ശനി ദശാകാലവും വ്യാഴ ദശാകാലവും നല്ലതല്ല. രാഹുവാണ് ഇവരുടെ നക്ഷത്രാധിപൻ. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കുടുംബത്തിൽ സർപ്പക്കാവുണ്ടെങ്കിൽ അവ സംരക്ഷിക്കുക. ജന്മനക്ഷത്രത്തിൽ രാഹുപൂജ നടത്തുന്നത് വളരെ നല്ലതാണ്. രാശാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തുക. ചതയം, തിരുവാതിര, ചോതി ദിവസങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത്. രാശാധിപൻ ശനി ശനിയാഴ്ചകളിൽ നീരാജനം തെളിക്കണം. പൂരുരുട്ടാതിക്ക് മഹാവിഷ്ണു. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത മഹാവിഷ്ണുവാണ്. മനഃപ്രയാസങ്ങളും ക്ഷോഭവും ഉള്ളിലൊതുക്കുന്ന പൂരുരുട്ടാതിയുടെ ഇഷ്ടദേവത മഹാവിഷ്ണുവാണ്. ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമ പാരായണവും ജപിക്കുന്നത് ഋണമുക്തിക്ക് പ്രയോജനപ്പെടും. വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ ജന്മനക്ഷത്രം തോറും വിഷ്ണുപൂജ, വിഷ്ണു സഹസ്രനാമജപം തുടങ്ങിയവ ജപിക്കണം. രാശാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. ഭരണി, രോഹിണി, രേവതി നാളുകളിൽ ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ബുധ, ശുക്ര ദശാകാലങ്ങളിലും ഇവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. പൂരുരുട്ടാതി, പുണർതം, വിശാഖം ദിവസങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത്. ഉത്രട്ടാതിക്ക് ശ്രീകൃഷ്ണനും ശാസ്താവുമാണ് ഇഷ്ടദേവതകൾ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അറിയാനും പരിഹരിക്കാനും ശ്രമിക്കുന്ന ഉത്രട്ടാതിക്ക് ശ്രീകൃഷ്ണനും ശാസ്താവുമാണ് ഇഷ്ടദേവത. ശനിയാണ് നക്ഷത്രനാഥൻ. ശനിയെ പ്രീതിപ്പെടുത്തുവാൻ ശനിവ്രതം എടുക്കുക. ജന്മനക്ഷത്രം തോറും ശനീശ്വര പൂജ ചെയ്യുക. അന്നദാനം നടത്തുക. ശനിയും ഉത്രട്ടാതിയും ചേർന്നുവരുന്ന ദിവസം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യുക. രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ക്ഷേത്ര ദർശനം എന്നിവ മുടക്കരുത്. ഉത്രട്ടാതി, പൂയം, അനിഴം ദിവസങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത്. ശനിയും ഉത്രട്ടാതിയും ചേർന്നുവരുന്ന ദിവസവും ജന്മനക്ഷത്രത്തിലും ക്ഷേത്രദർശനവും അനുഷ്ഠാനവും ഒഴിവാക്കരുത്. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന മന്ത്രമോ ഓം ക്രൂം നമഃ പരായഗോപ്ത്രേ എന്ന മന്ത്രമോ ജപിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്താൽ ക്ലേശങ്ങൾ ഇല്ലാതാകും. അശ്വതി, കാർത്തിക, മകയിരം, ചോതി, വിശാഖം നാളുകളിൽ ഇവർ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് ഗുണകരമല്ല. രേവതി. രേവതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവുമാണ്. ബുദ്ധിയുള്ളവരും ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായ രേവതിക്ക് ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവുമാണ് ഇഷ്ടദേവതകൾ. മഹാലക്ഷ്മിയെ ആരാധിച്ചാലും ദോഷം കുറയും. പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വിഷ്ണുമന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ജപിക്കുകയും ചെയ്യുന്നത് ക്ലേശങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കും. ബുധനാണ് നക്ഷത്രാധിപൻ. രാശാധിപൻ വ്യാഴവും. വിഷ്ണുഭജനം, ശ്രീകൃഷ്ണ ഭജനം, വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത പാരായണം ഇവ അനുഷ്ഠിക്കുക. രേവതി നക്ഷത്ര ദിവസവും രേവതിയും ബുധനാഴ്ചയും ചേർന്നുവരുന്ന ദിവസവും അനുഷ്ഠാനങ്ങൾ ഗുണകരമാണ്. രേവതി, ആയില്യം, തൃക്കേട്ട ദിവസങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത്. ശ്രീകൃഷ്ണ പൂജ നക്ഷത്രാധിപനായ ബുധനെ തൃപ്തിപ്പെടുത്തും. ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രങ്ങൾ ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ശുക്ര, ചന്ദ്ര, രാഹു ദശാകാലങ്ങളും ഇവർക്ക് ക്ലേശകരമായിരിക്കും.